അസ്സലാമു അലൈക്കും. അള്ളാഹു മനുഷ്യന് നൽകിയ മഹത്തായ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് സുരക്ഷിതമായ ഒരു വീട്. ഒരു വീട് എന്നത് വെറും ചുമരുകളും മേൽക്കൂരയും മാത്രമല്ല, മറിച്ച് സ്നേഹവും സമാധാനവും അള്ളാഹുവിൻ്റെ ഓർമ്മയും നിറഞ്ഞ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒരു വീട് പണിയാൻ ആരംഭിക്കുമ്പോൾ മുസ്ലിമിൻ്റെ ആദ്യ ചിന്ത അള്ളാഹുവിൻ്റെ സഹായവും ബർക്കത്തും തേടുക എന്നതായിരിക്കണം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വീട് പണി ആരംഭിക്കുന്ന ദിവസം സ്ത്രീകൾ ഓതേണ്ട ഒരു പ്രധാനപ്പെട്ട സൂറത്തിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിറഞ്ഞതാക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന വിഷയത്തെക്കുറിച്ചാണ്. വീട് പണി തുടങ്ങുന്ന ദിവസം, അതായത് വീടിന് കുറ്റിയടിക്കുന്ന ദിവസം, അല്ലെങ്കിൽ തറക്കല്ലിടുന്ന ദിവസം, അതുപോലെ തന്നെ കട്ടില വെക്കുന്ന ദിവസം, ഈ ദിവസങ്ങളിൽ സൂറത്തുൽ അൻആം പാരായണം ചെയ്യുക. ഈ സൂറത്ത് ഓതൽ വളരെ കൂലിയുള്ളതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ വീട് പണി തുടങ്ങുന്ന ദിവസം സൂറത്തുൽ അൻആം ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എന്തു നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കൽ നല്ലതാണ്. വീട് നിർമ്മിക്കുമ്പോൾ, ബിസിനസ് തുടങ്ങുമ്പോൾ, വിവാഹം നിശ്ചയിക്കുമ്പോൾ എല്ലാത്തിനും മുന്നേ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്ത് ആരംഭിക്കുക. ഒരിക്കൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു സഹാബി വന്ന് പറഞ്ഞു, നബിയെ, ഞാൻ ഒരു വീടുണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട്. അതിന് തുടക്കത്തിൽ പ്രത്യേകിച്ച് ഞാൻ എന്തെങ്കിലും ചെയ്യണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് എന്ത് ചോദിച്ചാലും അല്ലാഹു തആല അതിന് ഉത്തരം നൽകുന്നതാണ്. നിങ്ങൾ നിസ്കാരം കൃത്യമായി നിർവഹിക്കുക, ക്ഷമയും കാണിക്കുക. തീർച്ചയായും അല്ലാഹു നമുക്ക് ബർക്കത്ത് നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹ ഖുർആനിലെ മഹത്തായ ഒരു സൂറത്താണ്. ഏത് നല്ല കാര്യവും ആരംഭിക്കുമ്പോഴും ഈ സൂറത്ത് ഓതുന്നത് നല്ലതാണ്. അള്ളാഹുവിൻ്റെ മഹത്വവും സംരക്ഷണവും വിവരിക്കുന്ന ആയത്താണ് ആയത്തുൽ കുർസി. ഇതും സ്ഥിരമായി ഓതുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അള്ളാഹുവിൻ്റെ സംരക്ഷണം തേടുന്നതിനായി രാവിലെയും വൈകുന്നേരവും 3 സൂറത്തുകൾ, അതായത് സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ നാസ്, സൂറത്തുൽ ഫലക്ക്, ഈ 3 സൂറത്തുകൾ ഓതുന്നത് ഏറ്റവും ബർക്കത്തുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സൂറത്തുൽ ബഖറ ഓതപ്പെടുന്ന വീട്ടിൽ നിന്ന് പിശാച് ഓടിപ്പോകും. അതിനാൽ പുതിയ വീട്ടിൽ താമസം തുടങ്ങുമ്പോൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാരെയും സന്തതികളെയും ഞങ്ങളുടെ കണ്ണുകളുടെ കുളിർമയാക്കി തരണമേ. ഞങ്ങളെ സത്യനിഷ്ഠരുടെ നേതാക്കളാക്കണമേ. എന്നെ അനുഗ്രഹപൂർണമായ ഒരു സ്ഥലത്ത് താമസിപ്പിക്കണമേ. താമസിപ്പിക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ നീയാകുന്നു. വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് ബിസ്മില്ല എന്ന് പറയുക. അള്ളാഹുവിനോട് ബർക്കത്തും സംരക്ഷണവും തേടുക. ഹലാൽ സമ്പാദ്യത്തിൽ നിന്നാണ് വീട് പണിയാൻ ശ്രമിക്കേണ്ടത്. വീട്ടിൽ നിസ്കാരവും ഖുർആൻ പാരായണവും നിറഞ്ഞ സ്ഥലമാക്കാൻ തീരുമാനിക്കുക. പാവപ്പെട്ടവരെ സഹായിക്കുകയും കഴിയുമെങ്കിൽ സദക്ക നൽകുകയും ചെയ്യുക. ഒരു വീടിൻ്റെ യഥാർത്ഥ സൗന്ദര്യം അതിൻ്റെ വലുപ്പത്തിലോ ആഡംബരത്തിലോ അല്ല, ആ വീട്ടിൽ അള്ളാഹുവിനെ സ്മരിക്കുന്നതിലും നിസ്കാരം നിലനിർത്തുന്നതിലും ഖുർആൻ പാരായണത്തിലുമാണ്. അതുപോലെ തന്നെ കുടുംബസ്നേഹത്തിലും ഹലാൽ ജീവിതത്തിലുമാണ് യഥാർത്ഥ ബർക്കത്ത്. അള്ളാഹു നമ്മൾ നിർമ്മിക്കുന്ന വീടുകളെ സമാധാനത്തിൻ്റെയും കരുണയുടെയും ബർക്കത്തിൻ്റെയും കേന്ദ്രമാക്കി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളെ സന്മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തട്ടെ. ആമീൻ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്തു കൊടുക്കുക. ഒപ്പം തന്നെ കൂടുതൽ ഇസ്ലാമിക അറിവുകൾക്കായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.